ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അബുൽ ഫിദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ലമ്മ ബയ്യന അല്ലാഹു തആല അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നത് അല്ലാഹു തആല വ്യക്തമാക്കിയപ്പോൾ, വ അന്നഹുൽ മുസ്തഖില്ലു ബിൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അല്ലാഹു സ്വതന്ത്രനാണ്, അവനാണ് സൃഷ്ടാവ് എന്നതും വ്യക്തമാക്കിയപ്പോൾ, ശറഅ യുബയ്യിനു അന്നഹു റസ്സാഖു ലിജമീഇ ഖൽഖിഹി, ഈ ആയത്തിൽ മുഴു പടപ്പുകൾക്കും അവനാകുന്നു അന്നദാതാവ് എന്ന് വ്യക്തമാക്കി തുടങ്ങുകയാണ്. ഫദക്കറ ദാലിക്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസ്മരിച്ചു, ഫി മഖാമിൽ ഇംതിനാൻ, ഇംതിനാനിന്റെ മഖാമിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കനിഞ്ഞു എന്ന നിലയിൽ, അന്നഹു അബാഹ ലഹും അൻ യഅകുലു മിമ്മാ ഫിൽ അർദി ഫി ഹാലി കൗനിഹി ഹലാലൻ മിനല്ലാഹ് തയ്യിബൻ ഐ മുസ്തതാബൻ ഫി നഫ്സിഹി ഗൈറ ദാറിൻ ലിൽ അബ്ദാനി വലാ ലിൽ ഉഖൂൽ. അല്ലാഹു അനുഗ്രഹം കനിഞ്ഞു എന്ന മഖാമിൽ അവൻ മുഴുവൻ പടപ്പുകൾക്കും അന്നദാതാവാണ് എന്ന് അല്ലാഹു പറഞ്ഞത് എങ്ങനെ? അല്ലാഹു അവർക്ക് ഭൂമിയിലുള്ളതെല്ലാം തിന്നുവാൻ അനുവാദം നൽകി. ഭൂമിയിലുള്ളതെല്ലാം എന്ന് പറയുമ്പോൾ ഫി ഹാലി കൗനിഹി ഹലാലൻ മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്ന് ഹലാലായ നിലക്കായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചു എന്ന നിലയിൽ. അപ്രകാരം തയ്യിബൻ ഐ മുസ്തതാബൻ ഫി നഫ്സിഹി, സ്വയമേവ അത് വിശിഷ്ടവും വിശുദ്ധവുമായിരിക്കണം. ഈ തിന്നുന്നത് ഗൈറ ദാറിൻ ലിൽ അബ്ദാനി വലാ ലിൽ ഉഖൂൽ, അത് ശരീരത്തിനും ബുദ്ധിക്കും ഉപദ്രവം വരാത്ത രീതിയിൽ സ്വയമേവ വിശുദ്ധവും വിശിഷ്ടവുമായിരിക്കണം എന്നുള്ളതാണ്. വനഹാഹും അൻ ഇത്തിബാഇ ഖുത്വാത്തി ശൈത്താൻ, അല്ലാഹു മുഴുവൻ പടപ്പുകളോടും പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നതിനെ വിലക്കുകയും ചെയ്തു. അപ്പോൾ സഹോദരന്മാരെ, ഈ ആയത്തിന് മുൻ ആയത്തുകളോടുള്ള ബന്ധം എന്താണ്? അതാണ് ഇമാം ഇബ്നു കസീർ ഇവിടെ പറയുന്നത്. ഈ വചനത്തിന് മുമ്പുള്ള വചനങ്ങളിൽ അല്ലാഹു മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ, അവൻ കരുണാമയനാണ്, കരുണ കനിയുന്നവനാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ആരാധ്യതക്കും കരുണക്കും കനിവിനുമുള്ള തെളിവുകളെയാണ് നിരത്തുകയുണ്ടായത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രസ്തുത തെളിവുകൾ കണ്ണിൽ തെളിയാത്ത ഒരു വിഭാഗം ആളുകൾ, കൽബിൽ വെളിച്ചം തട്ടാത്ത ഒരു വിഭാഗം ആളുകൾ ആരാധ്യന്മാരെ അള്ളാഹുവിന് സമന്മാരാക്കി പതിതരായി ശിക്ഷാർഹരായി മാറിയ വിഷയവും ഇതിന് തൊട്ടു മുമ്പ് പറയുകയുണ്ടായി. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു, അവൻ സൃഷ്ടാവ് എന്ന് സലക്ഷ്യം പറഞ്ഞതിന് ശേഷം അവനാണ് മുഴുവൻ പടപ്പുകൾക്കും അന്നം കനിയുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ അറിയിക്കുകയാണ്. അത് അറിയിച്ചത് എങ്ങനെയാണ്? ഹലാലായ നിലക്ക്, തയ്യിബായ നിലക്ക് ഭൂമിയിലുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനരുളിയ അനുഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ആയത്തിൽ യാ അയ്യുഹന്നാസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് സകല മനുഷ്യരെയുമാണ്. വിശ്വാസിയും അവിശ്വാസിയും ആ വിളിയിൽ ഒരുപോലെ ഉദ്ദേശം